നമ്മുടെ പള്ളികളിലെ ഖത്തീബുമാർ ദുആയിരക്കുന്ന ദുആകളൊക്കെ വലിയ അർത്ഥമാണ്. നമുക്ക് ഈ ദുആകൾക്കൊന്നും വലിയ പ്രാധാന്യം ഈ ഉമ്മത്ത് വില വെക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതൊക്കെ വലിയ ദുആ ആണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ശേഷം ഒരു സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ദുആകളിൽ പെട്ടതാണിത്. ഖുർആൻ ഹജ്ജിനോടനുബന്ധിച്ചുകൊണ്ട് ഈ ദുആ പറയുന്നുണ്ട്. ദുനിയാവും ആഖിറവും നന്മ ചോദിക്കുന്ന ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നവർക്കാണ് ഉലൈക ലഹും നസീബും മിമ്മാ കസബു, അവരുടെ പ്രവർത്തനങ്ങൾ കാരണമായി വലിയ പ്രതിഫലം അല്ലാഹു അവർക്ക് രേഖപ്പെടുത്തുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദുആകൾക്കൊക്കെ വലിയ ഫലമാണ്. റബ്ബനാ ആതിനാ, റബ്ബനാ വലംനാ, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ. ഖുർആനിലെ ദുആകളാണ്. പലപ്പോഴും നമ്മുടെ പള്ളികളിൽ ഇത്തരത്തിലുള്ള ദുആകൾ ഖത്തീബുമാർ ഉസ്താദുമാർ ദുആ ചെയ്യുമ്പോൾ നാട്ടുകാരായ നമ്മളിൽ ചില ആളുകൾക്ക് ഇതൊക്കെ എത്ര നാളായി ഈ ദുആരൊക്കെ, ഇതിനേക്കാളൊക്കെ നല്ല കടുകട്ടി വാക്കിട്ടുള്ള ദുആകൾ ഇന്ന പള്ളിയിൽ പോയപ്പോൾ ഇന്നാൾ കേട്ടു, അയാളെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഉദാഹരണം പറയാൻ ഇങ്ങനെ ചിലരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. യഥാർത്ഥത്തിൽ ഈ ദുആഇനുള്ളതിനോളം വലിപ്പം മറ്റൊന്നിനും എത്തൂല. ഇതൊക്കെ വളരെ വാരിദായ മൗസൂറായ ശ്രേഷ്ഠമായ ദുആകളാണ്. അല്ലാഹു മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഓരോ ദുആഉം വളരെ വലുതാണ്. നബിതങ്ങൾ പഠിപ്പിച്ച ദുആ ആണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത് കാണിച്ച ദുആ ആണ്. കഅബാലയം പണിതതിന് ശേഷം കഅബാലയത്തിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, ഞാനും എൻ്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലും കൂടി പണിതതാകുന്ന കഅബാലയത്തിന്റെ പണി അല്ലാഹ് ഏൽപ്പിച്ച പണിയാണ്. എന്നിട്ടും അല്ലാഹുവിനോട് പറയുന്നു തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ അല്ലാഹ്. ആരാ ദുആ ചെയ്തത്? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്മൾ ഈ ദുആക്ക് ഇന്ന് അർത്ഥവത്തായിട്ട് കാണുന്നില്ല. ഇതൊക്കെ വലിയ ദുആകളിൽപ്പെട്ടതാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ദുആരക്കുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടാകണം. ഇന്നത്തെ തലമുറയിൽ അത് നഷ്ടപ്പെട്ടു പോയി. നിസ്കാരം കഴിഞ്ഞാണെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ശീലമായി പോയി. സുന്നികളാണെന്ന് പറച്ചിലിലേക്ക് ഒതുങ്ങുന്നു, സുന്നത്തുകളൊന്നും എടുക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറി. സുബ്ഹാനല്ലാഹ്ക്ക് വിലയില്ല, അൽഹംദുലില്ലാഹ്ക്ക് വിലയില്ല, അല്ലാഹു അക്ബറിന് വില കാണുന്നില്ല. അതൊക്കെ നമ്മൾ നിസ്സാരവൽക്കരിക്കുകയാണ്. അതൊക്കെ നിസ്സാരമായി കാണരുത്. നമുക്ക് നല്ല ആരോഗ്യമുണ്ടാവാൻ, അമലുകൾ ചെയ്യുമ്പോൾ നല്ല ആഫിയത്തുണ്ടാകാൻ, പകൽ ജോലി ചെയ്യുന്ന സമയത്ത് സഹോദരിമാരെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടായിത്തീരാൻ ഉപകരിക്കുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഹദീസാണ്, ഞാൻ വെറുതെ പറയല്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ യുദ്ധത്തിൽ നിന്ന് യുദ്ധാനന്തര മുതലുകൾക്കൊപ്പം ഏതാനും ചില യോദ്ധാക്കളാകുന്ന ആളുകളെ ചെറുപിടിക്കപ്പെട്ടു, അവരെ കൊണ്ടുവരപ്പെട്ടു എന്നറിഞ്ഞു. ശത്രുക്കളായ ആളുകളാണ്. അവരെ കൊണ്ടുവന്നു. എന്നാൽ അവരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ നമ്മുടേതാകുന്ന ജോലിക്ക് കിട്ടുമോ, അടുക്കളയിലേക്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് മഹദിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ വീട്ടിലേക്ക് ചെന്നു. കാരണം ജോലി ചെയ്ത് കൈക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, പൊട്ടലുണ്ട്, പ്രയാസമുണ്ട്. മാവ് അരയ്ക്കാനെങ്കിലും ഒരാളെ കിട്ടിയാൽ സഹായകമാകും. ഒരാളെ കിട്ടിയാൽ കുറച്ചു നേരത്തെ പണിയേ ഉള്ളൂ, ഒന്ന് വലിയ ഗുണമാകും. ആരോഗ്യപരമായി ക്ഷീണമുണ്ട്. അങ്ങനെ മഹദിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ വീട്ടിൽ ചെന്നപ്പോൾ നബിതങ്ങൾ അവിടെയില്ല. ഐഷ ബീവി റളിയല്ലാഹു അൻഹയോട് കാര്യം പറഞ്ഞു. ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ, ഉപ്പ വരുമ്പോൾ ഞാൻ പറയാം മോളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പോയി. പ്രവാചകർ ഇശാ നമസ്കരിച്ച് വീട്ടിലെത്തിയപ്പോൾ കാര്യം പറഞ്ഞു. വേഗം തന്നെ മകൾ വന്നിട്ടുണ്ടായിരുന്നു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ കൈ ചെറിയ പൊട്ടലും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ആസുകല്ലിൽ ഇങ്ങനെ അരച്ച് മാവിട്ടരയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണമായിട്ടാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ആരെങ്കിലും ഒരാളെ ജോലിക്ക് അവിടെ നിർത്തിക്കൊടുത്താൽ സഹായകമാകുമെന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. നബിതങ്ങൾ വീട്ടിലേക്ക് വന്നിരുന്ന് ഉത്തരീയം മാറ്റിയതേയുള്ളൂ. പെട്ടെന്ന് തന്നെ ആ ഉത്തരീയം വീണ്ടും വിട്ട് വീട്ടിൽ നിന്ന് സലാം പറഞ്ഞ് നേരെ ഇറങ്ങി
ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചാരത്തേക്ക്. മകളോട് അത്രമേൽ ഇഷ്ടമായിരുന്നു. ഫാത്തിമ ബദഅത്തും മിന്നി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണല്ലോ. വീട്ടിൽ ചെന്ന് വാതിക്കൽ മുട്ടി. അലി റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു. മരുമകനാകുന്ന അലി ഒരു സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പടക്കപ്പെട്ടു. അകത്തേക്ക് ആനയിക്കുകയാണ്. എവിടെ മകൾ ഫാത്തിമ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ അതാ പുതപ്പിൻ കീഴിലുണ്ട്. നബി തങ്ങൾ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും എല്ലാവരെയും ചേർത്തിരുത്തി. തൻ്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ കയ്യിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെ. വാപ്പ മകളോട് പറയാൻ, നിന്റെ എല്ലാ പ്രയാസങ്ങളും മാറും. ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉപയുക്തമാകുന്ന ഒരു അമൽ നിന്റെ വാപ്പ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മകളാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പറയൂ പ്രവാചകരെ, ഞാൻ ചെയ്യാൻ തയ്യാറാണ്. നബി തങ്ങൾ പറഞ്ഞു, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വിരിപ്പൊക്കെ തട്ടിക്കുടഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് അതിനു വേണ്ടി നീ തയ്യാറാകുമ്പോൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലണം. 33 പ്രാവശ്യം അൽഹംദുലില്ലാ മൊഴിയണം. 33 പ്രാവശ്യം അല്ലാഹു അക്ബർ ചൊല്ലണം. എന്നിട്ടേ വിശ്രമിക്കാൻ തുനിയാവൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റെല്ലാ ദിക്റുകളും ഉറങ്ങാൻ നേരത്തുള്ളതാകുന്ന ദിക്റുകളൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇതുകൂടി മകളൊന്ന് ശ്രദ്ധിക്കണം. എന്നാൽ നിനക്ക് ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ ഉപയുക്തമാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ, ബഹുമാനപ്പെട്ടതാകുന്ന ഉലമാക്കൾ പഠിപ്പിക്കുന്നു, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അടക്കം അവൻ്റെ പകലിലുള്ള ജോലികൾ എളുപ്പമാകുവാനും ക്ഷീണമില്ലാതെ നല്ല ആരോഗ്യത്തോടുകൂടി അമലുകൾ ചെയ്യാനും ഉപകരിക്കും ഈ ദിക്ർ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിക്കടന്നാൽ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ടാണല്ലോ ഒരാളെ ജോലിക്ക് വേണം, വീട്ടുജോലിക്ക് ജോലിക്കാരിയെ വേണമെന്ന് പറഞ്ഞ് ആവശ്യമുന്നയിച്ച പ്രവാചകന്റെ ചാരത്ത് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത് ദിക്റാൻ, ജോലിക്കാരിയല്ല. ഏതാ ദിക്ർ? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാ 33, അല്ലാഹു അക്ബർ 33. എപ്പോ? രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്. ഇതുകൊണ്ടൊക്കെ ഇനി വലിയ റാഹത്തുണ്ടാവുമോ? ഇത് കൊള്ളാവില്ല. ജോലിക്കാർ അങ്ങനെയാണ്, പിന്നെ എവിടെയും വേണ്ട, ഇത് ചൊല്ലിക്കൊണ്ട് നടന്നാൽ മതിയല്ലോ. ഈമാൻ വേണം, ഒന്നാമതായി വിശ്വാസം വേണം. നമ്മളൊന്ന് ചെയ്തു നോക്ക്. നബി തങ്ങൾ പറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഒന്ന് ചെയ്യാൻ തയ്യാറാകുക. ഇന്ന് മുതൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇദാ അറത്ത മൽജഅക്, നീ കടക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ, അങ്ങനെയാണ് പ്രവാചകന്റെ അധ്യാപനം. അപ്പോൾ ഉറങ്ങാൻ വേണ്ടി വിരിപ്പുകൾ തട്ടിക്കുടഞ്ഞ് അതിനു വേണ്ടി തയ്യാറാകുമ്പോഴേ നിനക്ക് തുടങ്ങാം ഈ ദിക്ർ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ ഒന്ന് ചൊല്ലി ഒന്ന് പരിശ്രമിച്ചു നോക്ക്. ക്ഷീണം മാറും, എല്ലാം മാറും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്ത്രീകൾക്കൊക്കെ നല്ല ആരോഗ്യം കിട്ടും. പലപ്പോഴും ഷുഗർ, പ്രഷർ അസുഖങ്ങൾ കാരണം ഇങ്ങനെ കൂനി നിൽക്കണം, അതൊക്കെ മാറും. എല്ലാ ദിവസവും ഇതൊന്ന് ചെയ്തു നോക്കാം. എല്ലാ ദിവസവും ചെയ്യണം ഉറങ്ങുന്നതിന് മുമ്പ്. അധിക സമയം വേണ്ടല്ലോ, ഒരു 2 മിനിറ്റ് പോലും വേണ്ട, അതിനു മുമ്പ് സംഭവം കഴിയും. വിരൽ കൊണ്ട് എണ്ണം പിടിക്കുക, അല്ലെ തസ്ബീഹ് കൊണ്ട് എണ്ണം പിടിച്ചാൽ വേഗം റാഹത്തായി കഴിയും. ഹദീസാണിത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഒക്കെ സ്വഹാബത്തിന് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. വലിയ വലിയ സ്വഹാബികൾക്ക് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് സാദിഖലാകുന്ന സഹാബത്ത് വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, ദഹബ അഹ്ലുദ്ദുസൂരി ബിൽ അംവാൽ ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. പണക്കാരായ ആളുകൾ അല്ലാഹുവിന്റെ റസൂലേ അവരുടെ സമ്പത്ത് കാരണമായിട്ട് സമ്പത്ത് ദീനിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യുകയും ഉംറ ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കതൊന്നും കഴിഞ്ഞിട്ടില്ല ഹബീബേ. അവരെല്ലാം നിസ്കരിക്കുന്നുണ്ട്. യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങളെ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നുണ്ട്.
വയസൂമൂന കമാ നസൂമു, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ റമളാൻ മാസങ്ങളിൽ അവരും നോമ്പ് നോൽക്കുന്നുണ്ട്. എന്നാൽ വലഹും ഫളലും ബിൽ അംവാൽ, സമ്പത്തുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ചില കാര്യങ്ങൾ അവർക്ക് ഉന്നതിയുണ്ട്, അവർക്ക് പദവി കൂടിയിട്ടുണ്ട്. അവർ യഹജ്ജൂന വയഅ്തമിറൂന വയതസദ്ദഖൂൻ, സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോകാൻ സാധിക്കുന്നുണ്ട്. സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് അവർക്ക് സദഖ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സമ്പത്തുള്ളത് കൊണ്ട് ഉംറ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. റസൂലേ, സാധുക്കളായ ഞങ്ങൾക്ക് നിസ്കാരം പോലെ സകാത്ത്, നിസ്കാരം പോലെ നോമ്പ് പോലെ അവരോടൊപ്പം പറ്റുമെങ്കിലും ഈ വിഷയങ്ങൾ ഞങ്ങൾക്ക് അവരോടൊപ്പം എത്തിപ്പെടാൻ പറ്റുന്നില്ല റസൂലേ. ഞങ്ങളെക്കാൾ അതുകൊണ്ട് അമലുകളിൽ പദവി ഉയർന്നവർ അവരായി പോയി ഹബീബേ. സങ്കടമാണ്, സങ്കടമാണ്. ഞങ്ങൾക്ക് വല്ലാത്ത വിഷമം. കാരണം ഹജ്ജും ഉംറയും സദഖയൊക്കെ ചെയ്ത് പണക്കാരായ ആളുകൾ ഞങ്ങളെക്കാൾ ഉയർച്ചയിലേക്ക് അവർ പോയി. ഞങ്ങൾക്കൊരു ഹജ്ജും പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഉംറ ചെയ്യാനും പറ്റുന്നില്ല. സാധുക്കളെ സദഖ ചെയ്ത് സഹായിക്കണമെങ്കിൽ പൈസ കൈ വേണം, കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല. നിസ്കാരമൊക്കെ ഓക്കെ, അവർ നിസ്കരിക്കുന്ന പോലെ ഞങ്ങൾ നിസ്കരിക്കും, ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ തന്നെയാണ് അവരും. നോമ്പും കറക്റ്റാണ്, സുന്നത്ത് നോമ്പും ഫർളായ നോമ്പും ഒക്കെ ഞങ്ങൾക്ക് പറ്റും. പക്ഷെ പൈസയുടെ വിഷയത്തിൽ അവർക്കാണ് കൂടുതലുള്ളത് കൊണ്ട് അവരിതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യുക. ഹജ്ജ്, ഉംറ, എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നു, ഉംറയ്ക്ക് പോകുന്നവരുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അതുപോലെ തന്നെ സദഖ ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല, ആകെ സങ്കടം. അപ്പം നബി തങ്ങൾ അവരോട് പറയാണ്, സ്വഹാബത്താന്ന് ഓർക്കണം, അലാ ഉഹദ്ദിസുകും ബിഅമാലിൻ, ഞാൻ നിങ്ങൾക്ക് ചില അമലുകൾ പറഞ്ഞു തരട്ടെ. ഇൻ അഖദതും അദ്റക്തും മൻ സബഖകും, ഞാൻ ഈ പറയുന്ന വിഷയം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങളെക്കാൾ മുൻകടന്നതായ ആളുകൾക്ക് മുന്നിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റും. മുടങ്ങാതെ പിടിക്കണേ. എല്ലാ നമസ്കാരത്തിന് ശേഷം, ഫർദ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലയും 33 പ്രാവശ്യം അൽഹംദുലില്ലയും 33 പ്രാവശ്യം അല്ലാഹു അക്ബറും ചൊല്ലണേ. അവരെക്കാൾ മുൻകടക്കാൻ പറ്റുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നോക്കൂ, നിങ്ങൾ നബിതങ്ങൾ കൊടുത്ത മറുപടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഹജ്ജും ഉംറയും സദഖയൊക്കെ ചെയ്യുന്നതായ ആളുകൾ സഹാബത്തുണ്ട്. അവരെക്കാളും മുൻപന്തിയിലേക്ക് സാധുക്കളായ സമ്പത്തില്ലാത്ത ആളുകളെ നിങ്ങൾ വിഷമിക്കണ്ട. ഇന്ന ഹാജിയാർ ഇന്ന പള്ളിക്ക് 5 ലക്ഷം കൊടുത്തു എന്ന് കേൾക്കുമ്പോൾ വിഷമിക്കുന്ന മോമിൻ, കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റാത്തത്, നീ വിഷമിക്കണ്ട. നീ എന്ത് ചെയ്താൽ മതി, ആ കൂലി കിട്ടാൻ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 ചൊല്ലിയാൽ നിനക്ക് അല്ലാഹു ആ കൂലി നിന്റെ അക്കൗണ്ടിലേക്ക് എഴുതും. നിനക്ക് വലിയ സൗഭാഗ്യം വേണോ? നിന്നോട് വന്ന ഹജ്ജിന് യാത്ര ചോദിക്കുകയാണ് ഹാജിയാർ, നിന്റെ അയൽവാസിയാണ്, ഞാൻ അൽഹംദുലില്ലാഹ് ഹജ്ജിന് പോവാൻ. ഹാജിയാർ എത്രാമത്തെ ഹജ്ജാ? അൽഹംദുലില്ലാഹ് 5ാമത്തെ ഹജ്ജാണ് ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് ദുആ ഇറക്കണം പ്രത്യേകം. നമ്മുടെ ചങ്ക് പൊടിയാണ്, ഒരു വട്ടം പോലും കാബയുടെ മുന്നിൽ പോകാൻ പറ്റിയില്ല. വിഷമിക്കണ്ട, നിസ്കാരത്തിന് ശേഷം നീ മുറുകെ പിടിച്ചോ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇത് പഠിപ്പിച്ചത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആരോടാ പറഞ്ഞത്? ഇതേതെങ്കിലും വാറോലല്ലേ, ഹദീസാണ്. സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ നബി തങ്ങൾ പറഞ്ഞു, ഇൻ അഖദതും അദ്റക്തും മൻ സബഖകും, നിങ്ങളെക്കാൾ മുൻകടന്ന ആളുകൾക്ക് മുന്നിലൂടെ സഞ്ചരിക്കാൻ ഉപകരിക്കുന്ന ദിക്റാണ് ഇത്. ഇത് മുറുകെ പിടിക്കണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയോ? സുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ സുന്നത്തുകളൊന്നും എടുക്കുന്നില്ല. നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങി ഓടുകയാണ്. ഇന്ന് മിക്ക പള്ളികളിലും അതിൻ്റെ അവസ്ഥ. സുന്നത്തെ ജമാഅത്തിന്റെ പള്ളിയാണ്, നിസ്കാരം കഴിയുമ്പോഴത്തേക്കും കളവന്മാരുടെ പല്ല് പോലെയാണ്. ആചാര്യന് മുന്നിൽ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി പോവുക, ഇമാമിൻ്റെ മടിയിൽ കൂടെ ചവിട്ടിക്കൊണ്ടു. ആളുള്ള ഹയവാൻ പോക്ക് കണ്ടു കഴിഞ്ഞവർക്ക് ഇവനാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി. ചാടി ഇറങ്ങി ഓടുക, വലിയ തിരക്കുള്ളത് പോലെ ഓടുകയാണ്. എങ്ങോട്ട് പോവാൻ? റോഡിൽ പോയി ഇരിക്കാൻ, വെളിയിലെറിഞ്ഞിട്ട് കഥ പറയാൻ പോവാൻ. അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്ന് വിക്രം ഔറാദ് ഓതി ദുആ ചെയ്യാൻ തയ്യാറാകണ്ടേ? എത്ര സമയം എടുക്കാം ഇത്? 5 മിനിറ്റ് മാക്സിമം പോയാ ദുആ ഉൾപ്പെടെ. അതിന് നമുക്ക് സമയമില്ല. എന്നാ പേരോ സുന്നി സുസുന്നി, 110 സുന്നിയാണ്. എന്തെങ്കിലും വിഷയം ഉണ്ടായ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയ ഇവനേക്കാൾ വലിയൊന്നുമില്ല. ഒറ്റ ദിവസം ഈ ദിക്റിനിരിക്കില്ല. പിന്നെന്തു സുന്നി?
നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്ക്, ഈ ദിക്റിന്റെ മഹത്വം അറിയാൻ. സ്വഹാബത്തിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്ർ പറഞ്ഞു കൊടുത്തത്. നമ്മൾ ഖതീബ് ഉസ്താദിനോടൊക്കെ വന്ന് ചോദിക്കുക, ഉസ്താദ് എനിക്കൊരു ദിക്ർ ഇജാസത്ത് തരണം. ഉസ്താദ് പറയാ സുബ്ഹാനല്ലാഹ് 33 നമസ്കാരം കഴിഞ്ഞ് എല്ലാം പറഞ്ഞ നമ്മൾ ചെല്ലുമോ? നമ്മൾ ഇങ്ങേർക്ക് ഇപ്പോൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നത്? നമുക്ക് മറ്റേ കുത്തുബിയത്തിനാന്ന് പറയുന്ന പോലെ കഷ്കഷ് ലയൂഷ് പോലെയുള്ള വാക്കുകൾ കിട്ടണം, എന്നാ കൊള്ളാം, റാഹത്ത്, നല്ല റാഹത്ത്. നമുക്കങ്ങനെ കടുകെട്ടിയുള്ള സാധനം കിട്ടിയാൽ അത് കൊള്ളാം ഉസ്താദെ, കഷ്കഷ് ലയൂഷ് കഷ്കഷ് ലയൂഷ് കഷ്കഷ് ലയൂഷ് അത് വേണം ചൊല്ലിക്കോളാം. മലായിക്കത്തുകളുടേതാകുന്ന പേരുകളാണ്, മഹത്തുക്കളുടെ പേരുകൾ. അത്തരത്തിലുള്ളതാകുന്ന നമുക്ക് പരിചിതമല്ലാത്ത വാക്കുകൾ കൂട്ടിച്ചേർത്തിയിട്ടുള്ള കട്ടിയുള്ള വാക്കുകളുള്ള പദങ്ങൾ കൊണ്ട് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനതാ പറഞ്ഞത്, ഈ പറയുന്നതാകുന്ന സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറിൻ്റെയും മഹത്വം ഈ ഉമ്മത്ത് അറിയുന്നില്ല. ഇതൊക്കെ ആരെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കി വെച്ച ദിക്റല്ല. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത ദിക്റാണ്. ഹജ്ജിന് ഉംറയ്ക്ക് പോകാൻ സാധിക്കാത്ത, സമ്പത്തില്ലാത്ത സാധുക്കളായ ആളുകൾ സദക്ക കൊണ്ട് മറ്റുള്ളതാകുന്ന സ്വഹാബത്ത് പണക്കാർ മുൻകടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും അവരോടൊപ്പം എത്താനുള്ള ഒരു അമല് പഠിപ്പിച്ചു തരണേ എന്ന് പ്രവാചകരുടെ മുന്നിൽ വന്നുകൊണ്ട് വിഷമവും ദുഃഖവും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ് എന്ത്? നീ ഈ ദിക്ർ ചൊല്ലിക്കോ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. മുറുകെ പിടിക്കൂല ഇൻഷാ അല്ലാഹ്, മുറക്കെ പറയും. എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും ഇതൊക്കെ ചെല്ലിയിട്ട് എഴുന്നേറ്റാൽ മതി. എങ്ങോട്ടായി ധൃതി? രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചെല്ലിയാൽ നല്ല ക്ഷീണമില്ലാതെ നല്ല റാഹത്തായിട്ട് നമുക്ക് അമലുകൾ ചെയ്യാൻ പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സമൃദ്ധ്യലബ്ധിക്കെന്ത് വേണം സാഹിബി, വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്രിബി. സാമർഥ്യലബ്ധി, ഖുർആൻ ഓതാൻ, ദിക്ർ ചൊല്ലാൻ, നിസ്കരിക്കാൻ. മക്കൾക്കൊക്കെ മടിയ ഉസ്താദെ, മക്കളൊന്നും ഒരൊറ്റ ഒരുത്തം നിസ്കരിക്കുന്നില്ല. ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയിൽ രാവിലെ സുന്നി മഹലിൽ ഉംറയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു പോരാൻ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള പരിഭവം രക്ഷകർത്താക്കൾക്കുള്ളതിൽ 95% പറയുന്നതാ, മക്കളൊന്നും ഒരൊറ്റ ഒരുത്തം നിസ്കരിക്കുന്നില്ല. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ അർറഹ്മാൻ ഓതി ഓതി കുഴഞ്ഞു, മകന് കല്യാണ ആലോചന വരുന്നില്ല. ഉസ്താദ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് അർറഹ്മാൻ ഓതാൻ. എന്ന് വെച്ചാൽ ആരാ ഓതുന്നത്? അവർ ഞാനാ ഓതുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്കെന്നാ 2ാം കെട്ട് റെഡിയാവും. മകനല്ലേ, ആ ഹൈവാനോട് ഓതാൻ പറ. അവ ഓതൂല, നിസ്കരിക്കൂല ഉസ്താദേ. ഞാൻ പറഞ്ഞാൽ പിന്നെ പെണ്ണ് കെട്ടണ്ട, ഇങ്ങനെ നടക്കട്ടെ, കുറച്ചാൾ കഴിയുമ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നോളൂ, വല്ല ഓതാ ഉണ്ടോ എന്ന് ചോദിച്ചോളൂ. ഉമ്മമാരും ഉപ്പമാരും ഇരുന്നിട്ട് അർറഹ്മാൻ 100 വട്ടം ഓതുകയാണ്. ഇവൻ വല്ല കാര്യമുണ്ട്? ഇവൻ പള്ളിയിലും കയറുന്നില്ല, ഓതലും ഇല്ല, നിസ്കാരവും ഇല്ല. മക്കൾക്ക് വേണ്ടി ഉമ്മ കടന്ന് ദിക്റില്ല, രാഹുല ചെല്ലുന്നു, തലകുത്തി മറിയുന്നു, നിസ്കരിക്കുന്നു, മകന് വേണ്ടി കടന്ന് കുത്തുബിയത്ത് നിറച്ചാക്കുന്നു, റാത്തീബ് ഓതുന്നു, മൗലൂദ് ഓതുന്നു. ഇവനോ കഞ്ചാവൊക്കെ അടിച്ച് റോഡിൽ കൂടെ നടക്കുക. അല്ല റാഹത്ത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവൻ സ്വയമായിട്ട് 5 വക്കത്ത് പള്ളി കയറി നിസ്കരിക്കട്ടെ, എന്നിട്ട് അർ-റഹ്മാൻ സൂറത്ത് പതിവാക്കട്ടെ. നല്ല ഹൈറായ ഇണയെ അള്ളാഹു കൊണ്ടുതരും. മകൾക്ക് ഹൈറായ ഇണയെ തുണ വേണമെങ്കിൽ അവൾ 5 വക്കത്ത് നിസ്കാരമുള്ളവരാകട്ടെ, ദിക്റിലും ഔറാദിലും ശ്രദ്ധിക്കട്ടെ, കുടുംബത്തെ നല്ലതുപോലെ മാനിക്കട്ടെ, മാതാപിതാക്കൾക്ക് നല്ലതുപോലെ ഗുണം ചെയ്തുകൊണ്ട് വീടിൻ്റെ അകത്തലങ്ങളിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം വരട്ടെ. ഈ ബന്ധം ഇല്ലാതിരുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് അതിനൊക്കെ ഉണ്ടാവാൻ നിസ്കരിക്കാൻ ഒരു ചുണ, അതിനൊരു ചുണ വേണമല്ലോ, ഒരു ഉന്മേഷം. ദിക്ർ ചെല്ലാൻ ഉന്മേഷം. മഗ്‌രിബിന് മുമ്പ് 10 മിനിറ്റ് മുമ്പ് നേരത്തെ ഒതുവെടുത്ത് ദിക്ർ ചെല്ലുന്ന എത്ര മക്കൾ നമുക്കുണ്ട്? നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഇപ്പോഴെങ്ങനെയാണ് എന്ന് ആലോചിച്ച് നോക്കും. തഴവ ഉസ്താദ് അൽ മവാഹിബുൽ ജലീലൂടെ പഠിപ്പിക്കുന്നു, വശംസി വളുഹാഹ എന്നുള്ള സൂറത്ത് എല്ലാ ദിവസവും മഗ്‌രിബിന് തൊട്ട് മുമ്പ് പതിവാക്കണം. ഖുബൈൽ എന്ന് പറഞ്ഞാൽ മഗ്‌രിബിന് തൊട്ട് മുമ്പ് എന്നുള്ള സമയമാണ്. അപ്പോൾ 1 മിനിറ്റ് മുമ്പ് തന്നെ ദുആകളൊക്കെ നിർത്തിയിട്ട് 1 മിനിറ്റ് മുമ്പ് ഏത് സൂറത്ത് ഓതണം? വശംസി വളുഹാഹ എന്നുള്ള സൂറത്ത് ഓതിയാൽ നല്ല സാമർഥ്യം, ഇബാദത്തുകൾക്ക് നല്ല കർമ്മോത്സുകത, ഇബാദത്തുകൾക്ക് നല്ല ഉന്മേഷം തീർച്ചയായും ലഭിക്കും. നിസ്കരിക്കാനും ഇബാദത്തിനൊക്കെ അത് എല്ലാവരും ചെയ്യേണ്ടതാണ്. പ്രായമുള്ള ആളുകളും ചെയ്യണം, അതുപോലെ ചെറുപ്പക്കാരായ ആളുകൾ സഹോദരിമാരും ഒക്കെ ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ
والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. ഈ സൂറത്ത് പതിവാക്കിയാൽ സമർത്ഥ്യലബ്ധിക്കെന്ത് വേണം സാഹിബി വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്രിബി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുടങ്ങാതെ ഓതേണ്ട ഒരു സൂക്തമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതൊക്കെ അമലിനുള്ളതാണ്. ഈ പറഞ്ഞത് വന്നതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണേ. ചെയ്താൽ ഗുണങ്ങൾ കിട്ടും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം വേണം. അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും വേണം. അതിന് സമയം കണ്ടെത്തണം. കിടക്ക വിരിക്കുന്നതിന് മുമ്പായി തന്നെ അത് ചെയ്തു വെക്കണം. എല്ലാ ദിവസവും മഗ്‌രിബിന് തൊട്ട് മുമ്പ് സൂറത്തു ശംസ് ഓതണം. നമ്മളൊരു വഅലിൻ്റെ മജ്‌ലിസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമലിന് എന്തെങ്കിലും കിട്ടണം. അതിലാണ് കാര്യം. അല്ലാതെ നമ്മൾ കുറേ ഒച്ചപ്പാടുണ്ടാക്കി കാര്യം കൊണ്ട് സദസ്സ് കൊണ്ട് വിജയിക്കണ്ടേ. ഇതൊക്കെ അമല് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള സമയങ്ങൾ ഇനി കുറവാണ്. വയസ്സിപ്പോൾ 70 കഴിഞ്ഞു, 60 കഴിഞ്ഞു, 50 എത്തി, 45 പിന്നിട്ടു, 30ലേക്ക് കാലൂന്നിയവർ, 25ലേക്ക് എത്തിയവർ ഒക്കെ ആളുകളുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമ്മൾ മരിക്കാം. അള്ളാഹു നല്ല മരണം സാധ്യമാക്കുമാറാവട്ടെ.